നിയമനങ്ങളൊക്കെയാണ്. കേരള മിനിസ്റ്റേഴ്സ്, കേരളത്തിലെ മന്ത്രിമാർ നിയമനങ്ങൾ എന്നെ കേരള. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്നാൽ ഞാൻ ഒരു 5-6 ക്വസ്റ്റ്യൻ തരാം. ബോർഡും എഴുതല്ലേ? അതല്ലേ? അറിയോ നോക്കാൻ വേണ്ടിയിട്ടാ സംഭവം. അറിയണ കാര്യങ്ങൾ എഴുതുക. ആദ്യം ഫുള്ള് ക്വസ്റ്റ്യൻസ് എഴുതുക, എന്നിട്ട് അറിയണ കാര്യങ്ങൾ ആൻസർ ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ? ഓരോ കാര്യം ഒന്ന് വായിച്ചു കൊടുക്കണം അവർക്ക്. ഇവർക്ക് വായിച്ചു കൊടുക്കണം. എന്നാ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു തരാട്ടാ. ഏത് വിട്ടതുണ്ടെങ്കിൽ എഴുതുക. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ. ഇപ്പൊ ലേറ്റസ്റ്റ് മാറിയതാട്ടാ. പിന്നെ കേരള സ്പീക്കർ, അതെപ്പോഴും ചോദിക്കും. കേരളത്തിലെ സ്പീക്കർ ആരാണ്, എത്രാമത്തെയാണ്, മണ്ഡലം ഏതാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആട്ടാ. പിന്നെ കേരള ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ. ഓക്കെ. അടുത്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക മന്ത്രിയാണ് ആരാന്ന്. നമ്മളെ മലപ്പുറംകാരനാണ്. ഒരു കഴിഞ്ഞ ആഴ്ച ഇവിടെ വെച്ചിട്ട് എന്തോ ഒരു ഉദ്ഘാടനം ചെയ്തിന്. താനൂര് ഒരു മ്യൂസിയത്തിന്റെ എന്തോ ഉദ്ഘാടനം ഈ ഹാളിൽ വെച്ചിട്ട് തന്നെ തോന്നുന്നുണ്ട്. അടുത്തത് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ മേയർ. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ മേയർ ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണെന്ന് കേട്ടോ. അടുത്ത കേരള DGP, കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് ചോദിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടർ ഉണ്ട് കേട്ടോ. ഇത് DGP പോലീസ് ആണ് ചോദിച്ചത് കേട്ടോ. അടുത്ത കേരളത്തിലെ ആദ്യത്തെ CM ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? നമ്മളെ മലപ്പുറം ജില്ലക്കാരനല്ലേ? ഏഷ്യയിൽ ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ മലപ്പുറം എന്നുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാ? ആരാണ്? 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 ഡോക്ടർ എ ജയതിലക് ട്ടാ. ഡോക്ടർ എ ജയതിലക് പറഞ്ഞാ? ഓക്കെ, അടിപൊളി. എത്രാമത്തെ ആളാണ് ഡോക്ടർ എ ജയതിലക്? എത്രാമത്തെ നമ്പർ? എത്ര? 50 ആണോ? 49-ാമത്തെ ആൾ ആരായിരുന്നു? ഡോക്ടർ എ വേണു. 50-ാമത്തെ ആൾ ആരായിരുന്നു? ഡോക്ടർ എ വേണുവിന്റെ വൈഫായിട്ടുള്ള ശാരദ മുരളീധരൻ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് നിറത്തിന്റെ പേരിലൊക്കെ പേപ്പറിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. 51-ാമത്തെ ആളാണ് ആര്? ഡോക്ടർ എ ജയതിലക്. എത്രയാണ്? 51 ട്ടാ. അത് ചോദിക്കാൻ അറിയില്ല, എന്നാലും നമ്മളെ ചീഫ് സെക്രട്ടറി പഠിക്കാലോ. കാലാവധി ഇല്ല. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് ഓരോ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്ക് കാലാവധി ഇല്ല. ഇപ്പൊ അടുത്തടുത്ത് മാറിയതാണ് ചീഫ് സെക്രട്ടറി ട്ടോ. അവർക്ക് ഓരോ ഏജ് ഇത്ര വർഷമായി കഴിഞ്ഞാല് അവരുടെ കാലാവധീന്റെ ഒരു ഇതുണ്ടാവും കേട്ടോ. ഒരു ടേം കേട്ടോ. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ? ഏകദേശം 58-59 ആ റേഞ്ചാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞ വെച്ചാല് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ചീഫ് സെക്രട്ടറി. അത്രയും സാലറി വാങ്ങുന്ന ആളാണ് ചീഫ് സെക്രട്ടറി. IAS തലപ്പത്തുള്ള ആളാട്ടോ ചീഫ് സെക്രട്ടറി. ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതാണ്. അതുപോലെ സർക്കാർ തലത്തിൽ ഏറ്റവും ഉയർന്ന സർവീസിലുള്ള ആള്, LGSC LD എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ള ആളാണ് ആര്? ചീഫ് സെക്രട്ടറി ട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക് ട്ടോ. അപ്പൊ ലേറ്റസ്റ്റ് മാറിയതാട്ടാ. ജയതിലക് 51-ാമത്തെ ആള് ട്ടോ. 51-ാമത്തെ ആള്. ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ മാഡം? കുഴപ്പമില്ലല്ലോ, ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? അല്ല, നിങ്ങൾക്ക്
പറയുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാ? കേരള സ്പീക്കർ ഷംസീർ അല്ലേ? എന്താ ഇനീഷ്യല്? എന്താണ്? AN ഷംസീർ ടാ. AN ഷംസീർ ടാ. ഇരുപത്തിമൂന്നാമത്തെ ആൾ ട്ടാ. 23ാമത്തെ ആളാണ് AN ഷംസീർ ട്ടോ. ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. എവിടുന്നുള്ള ആളാ? ഏതാ മണ്ഡലം? മണ്ഡലം ഏതാ? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെ? തലശ്ശേരി. എവിടെയാണ്? തലശ്ശേരി ട്ടോ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നാണ് ആര്? AN ഷംസീർ. എത്രാമത്തെ സ്പീക്കറാണ്? 23ാമത്തെ സ്പീക്കറാണ് കേട്ടോ. ഇതിന് തൊട്ട് മുന്നത്തെ സ്പീക്കർ ആരായിരുന്നു? 22ാമത്തെ സ്പീക്കർ ആരായിരുന്നു? MB രാജേഷ്. കേട്ടുകണ? MB രാജേഷ്. എവിടെ നിന്നുള്ള ആളാ? തൃത്താല എന്നുള്ള MLA ആണ് MB രാജേഷ്. അതിന് തൊട്ട് മുന്നത്തെ സ്പീക്കർ ആരായിരുന്നു? P ശ്രീരാമകൃഷ്ണൻ. പിണറായിന്റെ ഫസ്റ്റ് മന്ത്രിസഭയിലുള്ള കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഏതാ മണ്ഡലം? തലശ്ശേരി. എവിടുന്ന? തലശ്ശേരി. എത്രാമത്തെ ആളാണ്? 23. 22ാമത്തെ ആളാരാ? MB രാജേഷ്. MB രാജേഷ് തൃത്താല എന്നുള്ള കേട്ടോ. ഇപ്പൊ ഒരു വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. 22ാമത്തെ ആളാരാ? P ശ്രീരാമകൃഷ്ണൻ. നമ്മളെ മലപ്പുറം പൊന്നാനിക്കാരനായിട്ടുള്ള P ശ്രീരാമകൃഷ്ണൻ. ഓക്കെ. കേരള ഇലക്ഷൻ കമ്മീഷണർ അതേപോലത്തെ ആരാ? പ്രണബ് ജ്യോതിനാഥ്. ആരാണ്? പ്രണബ് ജ്യോതിനാഥ്. കേരള ഇലക്ഷൻ കമ്മീഷണർ ആരാ? പ്രണബ് ജ്യോതിനാഥ്. ഇതിന് തൊട്ട് മുന്നേ അറിയുന്നു A ഷാജഹാൻ. ആരാണ്? A ഷാജഹാൻ. ഇപ്പൊ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാറിയതാട്ടാ. കേരള ഇലക്ഷൻ കമ്മീഷണർ ആരപ്പോഴത്തെ? പ്രണബ് ജ്യോതിനാഥ് ട്ടോ. പിന്നെ ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. കേരള ഇലക്ഷൻ കമ്മീഷണർ ആരപ്പം? പ്രണബ് ജ്യോതിനാഥ്. അപ്പൊ കേരള കായിക മന്ത്രി ആരപ്പോഴത്തെ? ആരാണ്? B അബ്ദുറഹ്മാൻ ട്ടോ. B അബ്ദുറഹ്മാൻ. B അബ്ദുറഹ്മാൻ. അപ്പൊ ഇപ്പോഴത്തെ കായിക മന്ത്രി ആരാ പറഞ്ഞേ? B അബ്ദുറഹ്മാൻ ട്ടാ. എവിടെ നിന്നുള്ള ആളാ? അബ്ദുറഹ്മാന്റെ സ്വദേശം എവിടെയാ? ഏതാ ജില്ല? പാലക്കാടാണോ? കോഴിക്കോട്? എവിടെയാ? കോഴിക്കോടാണോ? എവിടെ? മലപ്പുറം അല്ലേ? മലപ്പുറം. ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ താനൂരാണ് നിയോജക മണ്ഡലം. എവിടെയാണ്? താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ് ആര്? B അബ്ദുറഹ്മാൻ ട്ടാ. താനൂര് നല്ല വികസനം കൊണ്ടുവന്ന ഒരു ആളും പറയാം കേട്ടോ. താനൂര് കേരള സംസ്ഥാനത്തില് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച ആളാണ് ആര്? B അബ്ദുറഹ്മാൻ. താനൂര് ഫയർ സ്റ്റേഷൻ കൊണ്ടുവന്നു. താനൂര് 3 സ്കൂൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് വന്നു. താനൂർ ദേവദാർ സ്കൂള്, കാട്ടിലങ്ങാടി സ്കൂള്, ഫിഷറീസ് സ്കൂള്. താനൂര് അതുപോലെ ഹോസ്പിറ്റൽ രംഗത്തും നല്ല വികസനം കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് ഇപ്പൊ താനൂര് കഴിഞ്ഞ ആഴ്ച ഇവിടെ വെച്ചിട്ട് ഒരു മ്യൂസിയം താനൂര് കൊണ്ടുവരിക. പിന്നെ താനൂർ ഫിഷിംഗ് ഹാർബർ. ഞങ്ങൾ പരപ്പനങ്ങാടി ഒന്നും ഹാർബർ ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ കേരള കായിക മന്ത്രി ആരാണ്? B അബ്ദുറഹ്മാനാണ് കേരള കായിക മന്ത്രി. ആരാണ്? B അബ്ദുറഹ്മാൻ. വേറെ കുറെ വകുപ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? B അബ്ദുറഹ്മാനാണ് കേട്ടോ. ഓക്കെ. അടുത്തത് തിരുവനന്തപുരം മേയർ. തിരുവനന്തപുരം മേയർ ആരാ? തിരുവനന്തപുരം മേയർ. തിരുവനന്തപുരം മേയർ കുറച്ച് മുന്നേ ഒരു KSRTC ബസ്സുമായിട്ട് ചെറിയൊരു ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയൊരു മേയറാണ് അല്ലേ? ഹസ്ബൻഡ് ഒരു MLA ആണ്. ഏറ്റവും യുവത്തുള്ളൊരു MLA ആണ് അല്ലെ? ഏറ്റവും സഭയിലെ യുവാവായിട്ടുള്ള പ്രായം കുറഞ്ഞ MLA ആണ്. ഇതാരാ തിരുവനന്തപുരം മേയർ? ആരാണ്? ആര്യ രാജേന്ദ്ര ട്ടാ. കറക്റ്റ് ആണ്. ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം മേയർ ആരാണ്? ആര്യ രാജേന്ദ്രൻ.
തിരുവനന്തപുരം മേയർ ആരാണ്? ആര്യ രാജേന്ദ്രൻ. എത്ര കോർപ്പറേഷനുകളുണ്ട് കേരളത്തില്? 6. കറക്റ്റ് ആണ്. 6ാമത്തെ കോർപ്പറേഷൻ ഏതേനി? കണ്ണൂർ. ഏതാ വർഷം? കണ്ണൂർ കോർപ്പറേഷൻ മാത്രമേ UDF ഭരിക്കണുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം 5 കോർപ്പറേഷൻ LDF ആണ് ഭരിക്കണത്. ഇപ്പൊ അവിടെ ഭരിക്കണ മുസ്ലിം മഠത്തിലാണ് IUMLന്റെ ഇതാട്ടോ കണ്ണൂർ കോർപ്പറേഷനെ പറ്റിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബാക്കി 5 കോർപ്പറേഷനും LDF ആണ് ഭരിക്കുന്നത് 6 അടുത്ത കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാ? കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കണ്ണൂർ ജില്ലയിലെ പേര് തുറന്ന ഒരാളാ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അപ്പൊ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാ? കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമി ചോദിക്കലുണ്ട്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ചോദിക്കലുണ്ട്. കേരള സാഹിത്യ അക്കാദമി ചോദിക്കലുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അക്കാദമികൾ ഒരുപാടുണ്ട്. ഓരോ ബോർഡുകൾ ഇട്ടോ അതിനൊക്കെ ചെയർമാൻമാരുണ്ടാവും. അതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഇത് കിട്ടുമ്പോൾ ഭരണം കിട്ടുമ്പോൾ ഒരു 150ഓളം ഇങ്ങനെ ചെയർമാൻമാരും ബോർഡുമാരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നല്ല സുഖാട്ടാ ഒരു കിട്ടിക്കഴിഞ്ഞ ചെയർമാൻ പോസ്റ്റ്. കേരള DGP ആരപ്പോഴത്തെ? ആരോ പറഞ്ഞേ? അതന്നെ ഷേഖ് ദർബേസ് സാഹിബ് കേട്ടോ. ഷേഖ് ദർബേസ് സാഹിബ്. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് ചോദിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടർ ഉണ്ട് കേട്ടോ നിയമപരമായിട്ട്. TA ഷാജിയാണ്. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP റാങ്ക് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവർക്ക് തന്നെ പോലീസ് ഉണ്ട്, ഫയർ DGP ഉണ്ട്, അങ്ങനെ ഓരോ ജയിൽ DGP ഉണ്ട്. ഇത് കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാണ്? ഷേഖ് ദർബേസ് സാഹിബ്. ഷേഖ് ദർബേസ് സാഹിബ്. കേരളത്തിലെ ആദ്യത്തെ CM, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS അല്ലെ? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS ആണ് കേരളത്തിലെ ആദ്യത്തെ CM അല്ലെ? ഏഷ്യയിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ് ആര്? EMS അല്ലെ? പിന്നെ 1959 വിമോചന സമരത്തിലൂടെ പ്രതിപക്ഷം പുറത്താക്കിയ മുഖ്യമന്ത്രിയാണ് ആര്? EMS കേട്ടോ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ CM ആരാണ്? EMS. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലെ? എവിടെ നിന്നുള്ള ആളാ? മലപ്പുറം ജില്ലയിൽ എവിടുന്നാ? പെരിന്തൽമണ്ണ അല്ലെ? പെരിന്തൽമണ്ണ എന്നുള്ള ആളാണ് ആര്? EMS. EMS അല്ലെ? ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള സ്ഥലം എവിടെയാ? മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ, ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള സ്ഥലം എവിടെയാ? പെരിന്തൽമണ്ണ. അത്രയും ആരോഗ്യപരമായിട്ട് കേടുമുണ്ട് നല്ലതുമുണ്ട് അല്ലെ? മൗലാന ഏതൊക്കെ ഉണ്ടല്ലോ അല്ലെ? EMS എല്ലാം അവിടെ അല്ലേ? ഹോസ്പിറ്റലുകള് ബിസിനസ് മേഖല, ഹോസ്പിറ്റലിന്റെ ബിസിനസ് മേഖലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല? ഓക്കെ അല്ലേ? ഇതൊന്നും പാടെ പറഞ്ഞുതരാം കേട്ടോ കാര്യങ്ങൾ. ടീച്ചറ ഇതൊന്നും പാടെ പറഞ്ഞു കൊടുക്കട്ടോ. കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലകി. എത്രാമത്തെ ആളാ? 51ാമത്തെ ആള്. അപ്പൊ 50ാമത്തെ ആൾ ആരാ പറഞ്ഞത്? ആരാ? 49ാമത്തെ ആളാരാ? ഡോക്ടർ വേണു ആണ് 49. ഡോക്ടർ വേണുവിന്റെ വൈഫായിരുന്നു 50ാമത്തെ ആൾ. ആരാ? ശാരദാ മുരളീധരൻ. 51ാമത്തെ ആൾ ആരാണ്? ഡോക്ടർ A ജയതിലകി. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലകി. ഓക്കെ അല്ലേ? കേരളത്തിന്റെ സ്പീക്കർ ആണ് ചോദിച്ചത്. സ്പീക്കർ ആരാ? AN ഷംസീർ. എത്രാമത്തെ ആളാ?
23-ാമത്തെ ആള്. 22-ാമത്തെ ആൾ ആരാണ് പറഞ്ഞത്? ആരാ? MV രാജേഷ്. അങ്ങനെ വെച്ചാൽ തൊട്ട അപ്പുറം 21-ാമത്തെ ആൾ ആരാ പറഞ്ഞത്? P ശ്രീരാമകൃഷ്ണൻ. ഓക്കെ അല്ലേ? അടുത്ത കേരള ഇലക്ഷൻ കമ്മീഷണർ. കേരള ഇലക്ഷൻ കമ്മീഷണർ ഇപ്പൊ അടുത്ത് മാറിയതാ, 2-3 ആഴ്ചന്റെ ഇടയിൽ മാറിയതാ. കേരള ഇലക്ഷൻ കമ്മീഷണർ ആരാ? പ്രണബ് ജ്യോതിനാഥ് അല്ലെ? പ്രണബ് ജ്യോതിനാഥ്. കേരള ഇലക്ഷൻ കമ്മീഷണർ പ്രണബ് ജ്യോതിനാഥ് ട്ടാ. ഓക്കെ. അടുത്ത കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് കേരള കായിക മന്ത്രി അല്ലെ? വി അബ്ദുറഹ്മാൻ ഒരുപാട് വകുപ്പുകൾ ഉണ്ട് ട്ടാ. കായികം, ന്യൂനപക്ഷക്ഷേമം, പ്രവാസികാര്യം, വഖഫ്, ഹജ്ജ്, പോസ്റ്റ്, റെയിൽവേ, ടെലഗ്രാഫ്, ഒരുപാട് വകുപ്പുള്ള മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അടുത്ത തിരുവനന്തപുരം മേയർ ആരാ? തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. അടുത്ത എന്താ പറഞ്ഞേ? കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാ? കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കേട്ടോ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അടുത്ത കേരള DGP ആരാ? ഷേഖ് ദർബേസ് സാഹബാണ് കേരള DGP. ഷേഖ് ദർബേസ് സാഹബ് ട്ടോ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ CM, ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആരാ? EMS ലെ ഏലംകുളം മുനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ അല്ലേ? എവിടുന്നുള്ള പിണറായി വിജയൻ? എവിടുന്നുള്ള ആളാ? കണ്ണൂർ. ഏതാ മണ്ഡലം? ഏതാ മണ്ഡലം? പിണറായിൽ എവിടെയാ? കണ്ണൂർ ജില്ലയിലെ പിണറായി സ്ഥലപ്പേരാണ്. ധർമ്മടം. എവിടെയാണ് മണ്ഡലം? ധർമ്മടം അല്ല? ധർമ്മടം തുരുത്ത കേട്ടില്ലേ ഞങ്ങള്? ധർമ്മടം തുരുത്തുണ്ട്, ലക്ഷദ്വീപ് ചെറിയ തുരുത്തില്ലേ? ആ ധർമ്മടം തുരുത്തിട്ടാ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. ഇത് വായിക്കട്ടെ നാല്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ 15-ാം നിയമസഭേനെ പറ്റിയിട്ടാ പഠിക്കാല്ലോ കേട്ടോ. ഓക്കെ. 15-ാം നിയമസഭയാണ്. ഏതാ വർഷം തെരഞ്ഞെടുപ്പ് നടന്നത്? 2021 മുതൽ 2026 വരെയാണ് ഈ നിയമസഭേന്റെ കാലാവധി. ഓക്കെ അല്ലേ? 15-ാം നിയമസഭയാണ്. ഏതാ വർഷം കാലാവധി? 2021 മുതൽ 2026 വരെയാണ് കാലാവധി അല്ലെ? ഇതിന്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറ് മാറിക്കഴിഞ്ഞ് കഴിച്ചാൽ പിണറായി വീഴൂ അല്ലെ? പക്ഷെ എന്ത് ചെയ്യാ? 99 MLA-മാരുണ്ട് അല്ലെ? അതിൽ ഒരാൾ മാത്രം ഇപ്പൊ മാറി. ആരാ മാറിയത്? മാറില്ല. ഇലക്ഷൻ നടക്കാൻ പോണ ഒരു മണ്ഡലം മലപ്പുറം ജില്ലയില് നിലമ്പൂര് അല്ലെ? നിലമ്പൂരിൽ നിന്നുള്ള ആരാണ്? PV അൻവർ അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള MLA ആരാണ്? MLA അല്ല, PV അൻവർ ആട്ടാ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. 930 കോടിയാണ് ആസ്തി. ഓക്കെ. അങ്ങനെ വെച്ചാല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള MLA ആരാ? പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള പസ്വാൻ എന്നുള്ള ഒരാളാട്ടാ. മുംബൈ എന്നുള്ള ആളാട്ടാ പരാഗ്, അല്ലെങ്കിൽ പസ്വാന്. 2ാം സ്ഥാനമാണ് ആര്? DK എന്നറിയപ്പെടുന്ന DK ശിവകുമാർ. അത് BJP-ന്റെ MLA ആണ്. ആര്? പരാഗ് ട്ടാ. DK ശിവകുമാർ ഇതിന്റെ കർണാടക എന്നുള്ള ഉപമുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ ട്ടാ. അവർക്കൊക്കെ 1000-ന് മേലെ ആസ്തികളുള്ള ആൾക്കാരാട്ടാ ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള MLA ആണ് ആര്? PV അൻവർ അല്ലെ? വെറുതെ നിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നത്, അതിനെക്കാട്ടി അല്ല രാഷ്ട്രീയ നേതാവായ പോരെ അല്ലെ? ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് UDF-ലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് എടുത്തോന്ന് അറിയില്ല. അപ്പൊ എത്രാമത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 15-ാമത്തെ ഇലക്ഷൻ. 15-ാമത്തെ ഇലക്ഷൻ ഏതാ വർഷം? 2021 മുതൽ 2026 വരെയാണ് കാലാവധി. ഓക്കെ അല്ലേ? അതിന് ഇലക്ഷൻ നടന്ന ഡേറ്റ് എന്നാ? 2021 ഏപ്രിൽ 6-നാണ് ഏത് 15-ാം നിയമസഭേന്റെ ഇലക്ഷൻ നടന്നത്. 2021 ഏപ്രിൽ 6. 2021 ഏപ്രിൽ 6. റിസൾട്ട് വന്നതെന്നാണ്? 2021 മെയ് 2-നാണ് ഏതിന്റെ? ഈ 15-ാം നിയമസഭേന്റെ റിസൾട്ട് വന്നത്. എന്നാൽ അങ്ങനെ വെച്ചാല് ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത്? ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത്
മെയ് 24 കേട്ടോ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണ്? മെയ് 24 ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പൊ എന്നാ ഫസ്റ്റ് ഇലക്ഷൻ നടന്നത്? ഏപ്രിൽ 6. ഇലക്ഷൻ റിസൾട്ട് വന്നത് മെയ് 2 അല്ലേ? ആദ്യ നിയമസഭാ സമ്മേളനം നടന്നതോ 15ാം നിയമസഭേന്റെ മെയ് 24. ഏറ്റവും കൂടുതൽ കാവൽ CM ആരായിരുന്നു? പിണറായി വിജയനാണ്. 17 ദിവസം കേട്ടാ. ഏറ്റവും കൂടുതൽ കാവൽ കിടന്ന CM എന്ന് പറഞ്ഞു വെച്ചാൽ പിണറായി വിജയനാട്ടാ. അതൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു ഇലക്ഷൻ വരെ കിടക്കണ ആ ഒരു ഗ്യാപ്പ് ഇട്ടാ. കഴിഞ്ഞിട്ട് അടുത്തൊരു തന്നെയുള്ള പിണറായി വിജയൻ 2-3 സാധനങ്ങൾ ഇത് ചെയ്ത് കേട്ടോ. തുടർച്ചയായിട്ടുള്ളത് കട്ട് ചെയ്തിക്കണേ. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു തരാം കേട്ടാ. 8 വർഷമായാലും അടുപ്പിച്ചിട്ട് 7 വർഷം C അച്യുതമേനോനായിരുന്നു. അതിനെ C അച്യുതമേനോനെ കടന്നിക്കണ് പിണറായി വിജയൻ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയോ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? 15ാം നിയമസഭയാണ്. ഏതാ വർഷം? 2021 മുതൽ 2026 വരെയാണ് 15ാം നിയമസഭ. ഇലക്ഷൻ നടന്ന ഡേറ്റ് 2021 ഏപ്രിൽ 6 ഓക്കെ അല്ലേ? ഇലക്ഷൻ റിസൾട്ട് മെയ് 2 ആദ്യ നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞത് മെയ് 24. ഏറ്റവും കൂടുതൽ കാവൽ CM എന്നറിയപ്പെടുന്ന ആരാ? കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 ദിവസം കേട്ടോ. ഓക്കെ, ഒന്നും പഠിക്കണമെന്നില്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പറയുമ്പോൾ അത് ഡീപ്പാക്കി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭ നോക്കട്ടോ. മന്ത്രിസഭ അത് ഞങ്ങളോട് ചോദിച്ചു നോക്കാം ആരൊക്കെയാന്നുള്ളത് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ പറഞ്ഞത്? പിണറായി വിജയൻ. പിണറായി വിജയന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? ആഭ്യന്തരം ഏതൊക്കെയാ? ആഭ്യന്തരം ഉണ്ട് അല്ലേ? പിന്നെ വിജിലൻസ്, IT, പൊതുഭരണം, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ മന്ത്രിമാരുടെ വകുപ്പുകൾ അറിയാം? ബാലഗോപാലിന്റെ വകുപ്പ് ഏതാ അറിയോ? അടുത്ത് ചോദിക്കാം. ബാലഗോപാൽ കഴിഞ്ഞാൽ ബാലഗോപാൽ കൊല്ലത്ത് നമുക്ക് അവിടെ നിന്ന് വരാം കേട്ടോ. കണ്ണൂർക്കാരനാണ് മുഖ്യമന്ത്രിയാണ്, പ്രധാനപ്പെട്ട ആളാണ് മുഖ്യമന്ത്രി. അപ്പൊ നമുക്ക് ഓരോ ജില്ലകൾ. ബാലഗോപാൽ കൊല്ലം. അത് കഴിഞ്ഞ അടുത്ത ജില്ല ഏതാ വരണേ? കോട്ടയം. കോട്ടയം നിന്നുള്ള ആരാ വരണേ? കോട്ടയത്ത് നിന്നുള്ള മന്ത്രി VN വാസവൻ. VN വാസവന്റെ വകുപ്പ് ഏതാ? തുറമുഖം ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ വിഴിഞ്ഞത്ത് കണ്ടില്ലേ തുറമുഖം അല്ലേ? പിന്നെ ഒരുപാട് വകുപ്പുകളുണ്ട് കേട്ടോ. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ല ഏതാ വരണേ? അടുത്ത മുഖ്യമന്ത്രി. ഞാൻ വെറും CPM-ന്റെ മന്ത്രിമാരെ മാത്രമേ പറഞ്ഞു കേട്ടോ. CPM-ന്റെ മന്ത്രിമാരെ മാത്രമേ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് CPI-ന്റെ മന്ത്രിമാരെ പറയും. പിന്നെ ഓരോ ഘടകകക്ഷികളെ മന്ത്രിമാർ പറയില്ല. എന്താ പറഞ്ഞാല് ഈ മന്ത്രിസഭ എന്നൊക്കെ വെച്ചാല് ഒരു MLA ഉള്ള ആൾക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്ത ഒരു 15ാം നിയമസഭയിൽ ഒരു MLA ഉള്ള KB ഗണേഷ് കുമാറിന് കൊടുത്തിക്കണേ, അഹമ്മദ് ദേവർകോവിലിന് കൊടുത്തിക്കണേ, ആന്റണി രാജുവിന് കൊടുത്തിക്കണേ മന്ത്രിസ്ഥാനം. 2.5 വർഷം അത്രയും എല്ലാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നോക്കിക്കണേ ഈ ഒരു മന്ത്രിസഭ. ഒരു MLA ഉള്ള ഒരാൾക്ക് വരെ MLA സ്ഥാനം മന്ത്രിസ്ഥാനം കൊടുത്തൊരു ഇതാണ് 15ാം നിയമസഭ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? തിരുവനന്തപുരം പറഞ്ഞേ. തിരുവനന്തപുരത്തെ മന്ത്രി ആരാ പറഞ്ഞേ? തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മന്ത്രി ഉണ്ടല്ലോ. ആരാ? ശിവൻകുട്ടി. ശിവൻകുട്ടിന്റെ വകുപ്പ് വയ്ക്കാ? വിദ്യാഭ്യാസം അല്ലേ? അടുത്ത ശിവൻകുട്ടി ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ 3 നന്നായില്ലേ? തിരുവനന്തപുരം പറഞ്ഞു, കൊല്ലം പറഞ്ഞു, കോട്ടയം പറഞ്ഞു. പിന്നെ കോട്ടയം കഴിഞ്ഞ പിന്നെ ഏതാ വരുന്ന ജില്ല? ആലപ്പുഴ. ആലപ്പുഴ എന്നുള്ളൊരു മന്ത്രി ഉണ്ടല്ലോ. ആരാ? ആലപ്പുഴ എന്നുള്ളൊരു മന്ത്രി ഉണ്ട്. ആരാ? സജി ചെറിയാൻ. സജി ചെറിയാന്റെ വകുപ്പുകൾ വയ്ക്കാ? പറഞ്ഞു കേട്ടോ. ആലപ്പുഴ കഴിഞ്ഞ് പിന്നെ അടുത്തത് നേരെ കിഴക്ക് ഭാഗത്തുള്ള ജില്ല ഉണ്ട് വേണ്ടിട്ട്. പത്തനംതിട്ട. പത്തനംതിട്ട ഏതാ? ആരാ മന്ത്രി? ഒരു വനിതാ മന്ത്രിയാണ്. പണ്ട് ഏഷ്യാനില്ല ഏതാ മാധ്യമ പ്രവർത്തകന്. ആരാണ്? ബിന്ദു ആണോ? ബിന്ദു നമ്മളെ മലപ്പുറത്ത് നിന്നുള്ള വിജയരാഘവന്റെ വൈഫായിട്ട് വരും. ആരോഗ്യമന്ത്രി ആരാ? ശൈലജ ടീച്ചർക്ക് മാറിയില്ലേ? മട്ടന്നൂരല്ലേ തന്നെയാ. അപ്പൊ ശൈലജ ടീച്ചർക്ക് ഒരു പ്രത്യേക പദവിയും പറഞ്ഞു. പദവിയില്ല. ഏറ്റവും കൂടുതൽ ഈ നിയമസഭയില്
അത്രയും വോട്ടുകൾ വാങ്ങിയ 60,963 വോട്ട് വാങ്ങിയ ആളാണ് ആര്? ശൈലജ ടീച്ചർ. ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പെരിന്തൽമണ്ണ എന്നുള്ള നജീബ് കാന്തപുരം 38 വോട്ടാട്ടാ. ഓക്കെ, നമ്മൾ അതല്ല പറഞ്ഞത്. പത്തനംതിട്ട എന്നുള്ള മന്ത്രി ആരാണ്? ആറന്മുള എന്നുള്ള വീണ ജോർജ് അല്ലേ? വീണ ജോർജിന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? ആരോഗ്യം അല്ലെ? പിന്നെ ഞാൻ പറഞ്ഞുതരാട്ടാ. പിന്നെ പത്തനംതിട്ട കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ല ഇങ്ങോട്ട് വരുന്നത്, അടുത്ത ജില്ല എറണാകുളം. പറഞ്ഞൂടെ? എറണാകുളത്ത് ആരല്ലേ? പി രാജീവ്. പി രാജീവിന്റെ വകുപ്പ് ഏതാണ്? വ്യവസായം കേട്ടാ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പി രാജീവ് കഴിഞ്ഞ പിന്നെ അടുത്ത ഏതാ വരുന്ന ജില്ല? CPM-ന്റെ മന്ത്രിമാരെ മാത്രം അവിടെ പറയണത്. ഇടുക്കി ഞാൻ പറഞ്ഞ ഇടുക്കിയില് അത് കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനമല്ല കേട്ടോ. CPM-ന്റെ വകുപ്പ് മാത്രം പറഞ്ഞേ. പിന്നെ തൃശ്ശൂർ ആരാണ്? നിങ്ങൾ പറഞ്ഞൊരു വനിതാ മന്ത്രി ആരാണ്? പ്രൊഫസർ ആർ ബിന്ദു അല്ലെ? പ്രൊഫസർ ആർ ബിന്ദുവിന്റെ വകുപ്പ് ഏതാ? ഉന്നത വിദ്യാഭ്യാസം കേട്ടോ. പിന്നെ ഏതാ വരുന്നത്? പ്രൊഫസർ ആർ ബിന്ദു കഴിഞ്ഞ പാലക്കാടേക്ക് വരാം. പാലക്കാട് നിന്നുള്ള ആരാ മന്ത്രി? ഞാൻ കുറച്ചു നേരത്തെ മുന്നേ പറഞ്ഞേനി. പാലക്കാട് എന്നുള്ള മന്ത്രി ആരാ? അത് സ്പീക്കറായിരുന്നു. പിന്നീട് MP രാജേഷ് അല്ലെ? പാലക്കാട് തൃത്താല എന്നുള്ള മന്ത്രിയാണ് അല്ലെ? ഏതൊക്കെ വകുപ്പ്? എക്സൈസ് അല്ലെ? എക്സൈസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ പറഞ്ഞ കേട്ടോ. പിന്നെ അടുത്ത ജില്ല വരുന്നത് പാലക്കാട്. നമ്മൾ മലപ്പുറം പറഞ്ഞൂടെ? മലപ്പുറത്ത് നിന്നുള്ള ആരാണ്? V അബ്ദുറഹ്മാൻ. ഒരുപാട് വകുപ്പുകളുണ്ട് കേട്ടോ, കായികം. പിന്നെ അടുത്ത ജില്ല ഏതാ വരുന്നത്? കോഴിക്കോട് എന്നുള്ള ആരാ? റിയാസ്, മുഹമ്മദ് റിയാസ്. ഏതാ വകുപ്പ്? റോഡ് അല്ലെ? പൊതുമരാമത്തും ടൂറിസം അല്ലെ? അത് കഴിഞ്ഞാൽ CPM-ന് ഒരു മന്ത്രിമാരായാല് 12 മന്ത്രിമാരായി. ഏതാ അടുത്തത്? CPM-ന്റെ ഒരു മന്ത്രി. ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ നിന്ന് ഒരു CPM-ന് ഒരു മന്ത്രി ഏതാ? ആരാണ്? SC/ST കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ആരാണ്? ഞാൻ ഓരോന്ന് എഴുതി തരാട്ടാ ഫുള്ളായിട്ട്. മരുമകൻ അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് പഠിക്കട്ടാ. ഞാനൊരു 12 മന്ത്രിമാരെ എഴുതിക്കാട്ടോ കേട്ടോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കട്ടാ. ഞാൻ ചോദിക്കും.